ഏഴാമത്തെ ശ്ലോകം ചൊല്ലാം. കഷ്ടാത്തേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹാ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവ മദ്യാഭിജാനേ നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. ഓരോ അക്ഷരങ്ങളായിട്ട് പറയാം. കഷ്ടാ തേ സൃഷ്ടി ചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവം ആലോചിതം അജിത മയാ നൈവം അദ്യാഭിജാനേ നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വത് വപു ഛിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസ സുധാംബോധി പൂരേ രമേരൻ. അതാണ് ശ്ലോകം. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഹേ അജിത, അല്ലയോ അജിത, തേ സൃഷ്ടിചേഷ്ട കഷ്ട, അങ്ങയുടെ സൃഷ്ടിവ്യാപാരം വളരെ ദുസ്സഹമാണ്. എന്തുകൊണ്ടെന്നാൽ ജീവപാജാം, അത് ജീവികൾക്ക് ബഹുതര ഭവഖേദാവഹ, വളരെ വളരെ സംസാര ദുഃഖങ്ങളെ ഉളവാക്കുന്നതാണ്. ഇതിയേവം, എന്നത്രേ മയാപൂർവമാലോചിതം, ഞാൻ മുൻപ് കരുതിയിരുന്നത്. അദ്യ ന ഏവം അഭിജാനി, ഇപ്പോൾ ഞാൻ ഈ വിധമല്ല കരുതുന്നത്. നോ ചേത്, ഇല്ല എങ്കിൽ, സൃഷ്ടി അങ്ങ് ചെയ്യുന്നില്ല എങ്കിൽ, ജീവാ കഥം വാ, ജീവികൾ എങ്ങനെയാണ്, ഛിദ്രസാർദ്രം മധുരതരം ഇതം ത്വദ്വപു, ജ്ഞാനവും ആനന്ദവും ആകുന്ന അത്യന്തം കൗതുകപ്രദമായ ഈ നിന്തിരുവടിയുടെ ശരീരത്തെ നേത്രൈ ശ്രോത്രൈ പീത്വ, നേത്രേന്ദ്രിയങ്ങളാലും ശ്രോത്രേന്ദ്രിയങ്ങളാലും, അതായത് കണ്ണുകളാലും കാതുകളാലും അങ്ങ് ഉള്ളിലാക്കിയിട്ട് മനനം ചെയ്തിട്ട് അങ്ങ് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ കീർത്തനങ്ങളും ഭഗവാന്റെ രൂപവും വിഗ്രഹവും എല്ലാം നമ്മുടെ ഉള്ളിലാക്കിയിട്ട് പരമരസ സുധാംബോധി പൂരേ രമേരൻ, പരമാനന്ദമാകുന്ന ആ അമൃത സമുദ്രത്തിൻ്റെ തിരക്കോളിൽ കിടന്ന് ആഹ്ലാദം കൊള്ളുക. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അജിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം യാതൊന്നിനാലും കീഴടക്കപ്പെടാത്തവൻ. അതാണ്. നേരിട്ട് കാണുകയും പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നതിനാണ് നേത്രൈ ശ്രോത്രൈ ച പീത്വ എന്ന് പറയുന്നത്. അതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം.